Hi friends, welcome to my channel. റെസിപ്പിയുമായിട്ടാണ് മുറുക്ക് ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. തക്കാളി മുറുക്കാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പം അതിന് വേണ്ട സാധനങ്ങൾ: തക്കാളി, ഞാനിവിടെ 3 തക്കാളി എടുത്തിട്ടുണ്ട്. അത് കഴുകി വൃത്തിയാക്കി അതിൻ്റെ തോല് ഒന്ന് വരഞ്ഞിട്ട് കുറച്ച് നേരം ഒന്ന് വെള്ളത്തിൽ ഇട്ട് തിളപ്പിച്ചെടുത്ത് കഴിയുമ്പോൾ ഇങ്ങനെ തൊലി ഇളകിപ്പോകുന്നതാണ്. ഇങ്ങനെ തൊലി കുറച്ച് നേരം കഴിയുമ്പോൾ ഇതിൻ്റെ തൊലി ഇങ്ങനെ ഇളകി പതുക്കെ ഇങ്ങനെ ഇളക്കിയെടുക്കാം. അപ്പോൾ അത് ഞാൻ ഇളക്കി വൃത്തിയാക്കി 3 തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട്. ബാറ്റർ റെഡിയാക്കാം. ഇടത്തരം തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നല്ല പഴുത്ത തന്നെ വേണം. കളറ് വേണ്ടവർക്ക് റെഡ് കളർ ചേർക്കാവുന്നതാണ്. അപ്പോൾ നല്ല ചുമന്നിരിക്കും, മാർക്കറ്റിൽ കിട്ടുന്ന പോലൊക്കെ ചുമന്ന്. ഇവിടെ ഞാൻ റെഡ് കളറൊന്നും യൂസ് ചെയ്യുന്നില്ല, തക്കാളി മാത്രമാണ്. അപ്പോൾ അതിന് വേണ്ട ഞാൻ ഇടിയപ്പപ്പൊടി കുറച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഇടിയപ്പപ്പൊടി, പുട്ടുപൊടിയൊന്നും എടുക്കരുത്, ഇടിയപ്പപ്പൊടി ഒരു 100 ഗ്രാം എടുത്തിട്ടിട്ടുണ്ട്. പിന്നെ വേണ്ടത് കടലമാവാണ്. അതും അതിൻ്റെ സെയിം അളവിൽ തന്നെ എടുത്തിട്ടുണ്ട്. കടലമാവ് അതും ഇട്ടു. മറ്റേ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. ഒരു 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു. നെക്സ്റ്റ് മുളക് പൊടി 1 സ്പൂണോളം. നല്ല കളറ് വേണ്ടവർക്ക് അതിൽ കൂടുതൽ ചേർക്കാവുന്നതാണ്. കുറച്ച് മുളക് പൊടി ചേർക്കുന്നുള്ളൂ, അതുകൊണ്ട് എൻ്റെ മുറുക്കിന് കളറൊന്നുമില്ല. അടുത്തത് കായപ്പൊടിയാണ് ചേർക്കുന്നത്. അതും ഒരു ഏകദേശം അളവിലിട്ടിട്ടുണ്ട്. പിന്നെ ഉപ്പ് പാകത്തിന്. കുറച്ച് ജീരകം, നല്ല ജീരകം അല്ലെങ്കിൽ എള്ള കുറച്ച് ചേർക്കാവുന്നതാണ്. കുറച്ച് എള്ളാണ് ഞാൻ ചേർക്കുന്നത്, കുറച്ച് എള്ള് ചേർത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഞാൻ കുറച്ച് ഉപ്പ്, പാകത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഉപ്പ് കല്ലുപ്പായതുകൊണ്ട് ലായനിയാക്കി അതിൽ കുറച്ച് ഏകദേശം അളവിൽ ചേർത്തിട്ടുണ്ട്. പിന്നെ എല്ലാം കൂടെ ഈ തക്കാളി നമുക്കെടുത്തിട്ട് അത് അരച്ച് എടുക്കണം. ഇച്ചിരി 2 വെളുത്തുള്ളി അല്ലിയൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. അരച്ചിട്ട് മിക്സിയുടെ ജാറിലിട്ട് അരച്ചിട്ട് മിക്സിയുടെ ജാറിലെ വെളുത്തുള്ളി എടുത്ത് ഞാൻ തൊലി കളഞ്ഞിട്ട്, വലിയ വെളുത്തുള്ളിയായിരുന്നു, അപ്പോൾ അത് ഞാൻ ചെറിയ പീസായിട്ട് അരിഞ്ഞ് അതിനകത്ത് ചേർത്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം. ഞാനത് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്തിട്ടുണ്ട്.
അത് ഇതിൻ്റെ ഈ ബാറ്ററിനകത്തോട്ട് ചേർത്ത് നമുക്ക് ഒഴിച്ച് തുടങ്ങാം. ഒഴിച്ച് തുടങ്ങാം. ചെറുതായിട്ട് അത് ഇട്ട് തന്നെ ഫസ്റ്റ് പോരാത്തതിന് പിന്നെ വെള്ളം ചേർത്ത് കുഴക്കാവുന്നതാണ്. ഞാൻ വെള്ളവും ഇച്ചിരി കൂടെ ആഡ് ചെയ്തിട്ട് കുഴച്ച് തുടങ്ങും. ഏകദേശം കുഴച്ച് ചപ്പാത്തി മാവിൻ്റെ പരുവമായിട്ടുണ്ട്. ഇടിയപ്പത്തിൻ്റെയൊക്കെ പരുവമായിട്ട് കുഴച്ചെടുത്ത് കളറ് കുറവാണ്, മുളക് പൊടിയൊക്കെ ഞാൻ കുറച്ച് ചേർത്തിട്ടുള്ളൂ. എന്നിട്ട് സേവനാഴിയുടെ അച്ചെടുത്തിട്ട് മുറുക്കിൻ്റെ അച്ചിട്ടിട്ട് കുറച്ച് മാവെടുത്ത് സേവനാഴിക്കകത്ത് ഇട്ടിട്ട് നമുക്ക് പിഴിഞ്ഞെടുക്കാം. ചൂടായ എണ്ണയിൽ വറുത്ത് വരാം.